രാഗവേദിയിൽ മനോഹര ഗാനവുമായി ശിവാനിക്കുട്ടി എത്തുന്നു. മക്കളെ കേക്കാണോടാ? എന്തോ കുഴപ്പം പിടിച്ച സാധനം. വേദിയിൽ ഇന്നൊരു സർപ്രൈസുമായാണ് ശിവാനി എത്തിയിരിക്കുന്നത്. രവീന്ദ്രനാഥ് ചെയ്തിരിക്കുന്ന കുറച്ചേ ഉള്ളെങ്കിലും എല്ലാം സൂപ്പർ ഹിറ്റ് പാട്ടുകൾ. വീട്ടില ചെറിയ ജ്വല്ലറി അവിടെ ഒരു 10 കിലോ സ്വർണം കിട്ടും. അയ്യോ അതൊന്നുമില്ല. അനശ്വരക്കുട്ടി ആലപിച്ച മനോഹരമായ ഗാനം കേട്ടാലോ? അനശ്വരക്കുട്ടി അസലായിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ പാട്ട് തെറ്റിയാലും 10 കമന്റ്സും നെഗറ്റീവ് കേട്ടാലും അപ്പോഴും ഹാപ്പിയാ. പത്മവ്യൂഹം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജേശുദാസ് ആലപിച്ച ഗാനവുമായാണ് ദേവതീർത്തിന് വേദിയിലെത്തിയത്. ഇതൊരു കേൾക്കാത്ത ഒരു വെർഷനാണ് ഞാനിപ്പോ കേട്ടത്. ആ സംഗതി ഫുൾ ഈ കൈ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ പാടുന്നു. തുടർന്നും രസകരമായ നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത്. എന്നാ സംഗതി തൊട്ട് വരുന്നുണ്ടോ? അതുമില്ല. ശരിക്കും നമ്മൾ പാടി വിറപ്പിക്കുകയല്ലേ ചെയ്യണം, പാടിയിരിക്കുന്ന ആൾക്കാരെ വിറപ്പിക്കും. അത് കൊള്ളാം, പോയിന്റ്. ഇന്ന് വേദിയിൽ ദേവതീർത്തിന് സർപ്രൈസ് ഒരുങ്ങുന്നുണ്ട്. എടാ, നിനക്ക് അഹങ്കാരം വന്നോ? ഇനി അഹങ്കാരം വന്നെങ്കിൽ ഒരു സമ്മാനമുണ്ട്. ചിലപ്പോ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ടുള്ള നല്ല കാര്യങ്ങളായിരിക്കും, ചിലപ്പോ കടി കിട്ടും. വിഷുദിനത്തിൽ അരങ്ങേറിയ രസനിമിഷങ്ങൾ ആസ്വദിക്കാം. MG അങ്കിളെ, ഇനി പിന്നെ നമ്മുടെ അവാർഡുള്ള സമയമാണ്. ഇപ്പൊ വരാൻ പോകുന്ന അവാർഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് ചിരിക്കുടുക്ക. വിഷുക്കണി അവാർഡ് കുട്ടിത്താരങ്ങൾക്ക് ആർക്കാണ് കിട്ടിയതെന്ന് നോക്കാം. ഈ അവാർഡ് ആർക്കാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോ MG അങ്കിളിന് ആയിരിക്കും, ചിലപ്പോ റിമി ചേച്ചിക്കായിരിക്കും, ചിലപ്പോ ബിന്നി ആന്റിക്കായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾക്കായിരിക്കും. തുടർന്നും രസകരമായ നിമിഷങ്ങളാണ് വേദിയിൽ അരങ്ങേറുന്നത്. അപ്പൊ the winner is